2025 ഇന്ത്യൻ സൈന്യത്തിന് അവരുടെ കരുത്താർന്ന മികവ് പ്രകടമാക്കാൻ കിട്ടിയ അവസരം കൂടിയായിരുന്ന വർഷമാണ്. ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാൻ ആകട്ടെ ഉചിതമായ മറുപടി തന്നെ നൽകാൻ ഇന്ത്യക്ക് സാധിച്ചു. രാജ്യത്തിന് ഇപ്പോൾ പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് കരസേനാ മേധാവിയായ ജനറൽ ഉപേന്ദ്ര ദ്വിവേദി രംഗത്ത് വന്നു. അദ്ദേഹമാകട്ടെ ഓപ്പറേഷൻ സിന്ദൂർ ഇനിയും തുടരുമെന്നും 2026 ലക്ഷ്യം സൈന്യത്തെ തദ്ദേശീയമായ ആയുധ പ്രതിരോധങ്ങളിൽ സജ്ജമാക്കുക, നവീകരിക്കുക, അതുപോലെ തന്നെ തദ്ദേശീയ സാങ്കേതിക വിദ്യകളും ലോകത്തെ ആരും അറിയാത്ത യുദ്ധതന്ത്രങ്ങളും പരിശീലിപ്പിക്കുക എന്നതാണ് അദ്ദേഹം ഈ ആശംസാ സന്ദേശത്തിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. സൈനിക ശേഷിയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് 2025 ഒരു സുപ്രധാന വർഷമായിരുന്നു. ഇന്ത്യയുടെ സൈനിക ശക്തി, സാങ്കേതിക കഴിവുകൾ, തദ്ദേശീയ പ്ലാറ്റ്ഫോമുകളിലുള്ള കഴിവ്, ഭീകരതയോട് സഹിഷ്ണുതയില്ലാത്ത നിലപാട് എന്നിവ തന്നെ പ്രകടമാക്കിയ വർഷം കൂടിയായിരുന്നു 2025. പഹൽഗാം ഭീകര ആക്രമണത്തെ തുടർന്നുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാന് ഉചിതമായ മറുപടി നൽകി. ഇതാകട്ടെ പാകിസ്ഥാനെ വലിയ രീതിയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യാൻ നിർബന്ധിതരാക്കുകയാണ് ഉണ്ടായത്. മെയ് 7 ഓപ്പറേഷൻ സിന്ധുവിന്റെ കീഴിൽ പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ എന്നിവിടങ്ങളിൽ ഇന്ത്യ ആക്രമിക്കുകയും പാകിസ്ഥാൻ വ്യോമതാവളങ്ങളടക്കം ബോംബിടുകയും ചെയ്തു. കൂടാതെ തന്നെ പാകിസ്ഥാന്റെ തുടർന്നുള്ള ആക്രമണങ്ങളെയും ഇന്ത്യ ഫലപ്രദമായി തന്നെ പരാജയപ്പെടുത്തി. ഭീകരതയുടെ കേന്ദ്രങ്ങളായി തന്നെ കണക്കാക്കപ്പെടുന്ന രാജ്യങ്ങൾ ഉൾപ്പെടെ തന്നെ ഇന്ത്യ ഭീകരതയ്ക്കെതിരെ ദൃഢനിശ്ചയത്തോടുകൂടി തന്നെ പോരാടുമെന്ന് ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിന് മുന്നിൽ തെളിയിച്ചു നൽകി. ഇന്ത്യ ഇപ്പോൾ സർജിക്കൽ പ്രതികാരത്തിന്റെ സ്ഥാനത്ത് നിന്ന് അതിർത്തി കടന്നുള്ള ഭീകരതയുടെ അവിടെ തെളിയിക്കപ്പെട്ട ഓരോ പ്രവൃത്തിക്കും പ്രതികാരം ഉറപ്പാക്കുന്ന അവിടെ സിദ്ധാന്തപരമായ പ്രതിരോധത്തിന്റെ നിലപാടിലേക്ക് മാറിയിരിക്കുന്നുവെന്നതാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക എന്നതാണ് പാകിസ്ഥാന്റെ ഏക ലക്ഷ്യമെന്നും ലഫ്റ്റനന്റ് ജനറലായ കാൻവാൽജിത് സിംഗ് ധില്ലൺ വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തി. പരാജയപ്പെട്ട രാഷ്ട്രീയം, സൈനിക മേഖലയിലെ അഴിമതി, സാമ്പത്തിക പ്രതിസന്ധി, നയതന്ത്ര ശ്രമങ്ങളുടെ പരാജയം തുടങ്ങിയ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായി അല്ലെങ്കിൽ അതിന് സാധിക്കുകയാണ് ചെയ്തത്. ക്രൂരമായ പഹൽഗാം ആക്രമണം നടത്തിയ ശേഷം ഇന്നത്തെ ഇന്ത്യ ഇന്നലത്തെ ഇന്ത്യ അല്ല എന്ന വസ്തുത പാകിസ്ഥാൻ ഒരുപക്ഷെ ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം. ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ, സൈനിക ശക്തി, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം, അതുപോലെ ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തി എന്നിവയുള്ള പുതിയ ഇന്ത്യയാണ് ഇന്നുള്ളത്. പാകിസ്ഥാൻ വീണ്ടും ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിക്കാൻ ശ്രമിച്ചാൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 സൈനികമായി തന്നെ മാത്രമായിരിക്കില്ല, സാമ്പത്തികമായും രാഷ്ട്രീയമായും നയതന്ത്രപരമായും കൂടുതൽ ശക്തമായ തന്നെ തിരിച്ചടി നൽകുമെന്നും വിദഗ്ധർ ഇവിടെ ഊന്നി പറയുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ ഒരു പുതിയ ആഗോള മാനദണ്ഡവും പുതിയ സാധാരണത്വവും സ്ഥാപിച്ചുവെന്നും ചിലർ ഇവിടെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.